എന്താണ് ഹൈക്കോടതി വിധിയിൽ പറയുന്നത്? വിൽപത്രം ഉപയോഗിച്ച് ഒരു വസ്തു പോക്കുവരവ് ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങൾ സുതാര്യമാക്കുക എന്നതാണ് ഹൈക്കോടതി വിധിയുടെ പ്രധാന ഉദ്ദേശം. വിധിയിലെ പ്രധാന നിർദ്ദേശങ്ങൾ പറയാം. അപേക്ഷയോടൊപ്പം നൽകേണ്ട രേഖകളെ സംബന്ധിച്ച് പുതിയ ചില അറിയിപ്പുകളുണ്ട്. അതായത് പോക്കുവരവിനായി റവന്യൂ ഓഫീസിൽ അപേക്ഷ നൽകുമ്പോൾ വിൽപത്രത്തിന്റെ പകർപ്പ്, വിൽപത്രം എഴുതിയ വ്യക്തിയുടെ മരണ സർട്ടിഫിക്കറ്റ് എന്നിവയോടൊപ്പം പരേതന്റെ മറ്റ് നിയമപരമായ അവകാശികളുടെ പേര് വിവരങ്ങൾ കൂടി രേഖാമൂലം നൽകണമെന്നാണ് ഇപ്പോൾ കോടതി പറയുന്നത്. ഇനി അപേക്ഷ ലഭിച്ചു കഴിഞ്ഞാൽ പോക്കുവരവ് ചെയ്യുന്ന ഉദ്യോഗസ്ഥൻ ലിസ്റ്റിൽ നൽകിയിട്ടുള്ള എല്ലാ അവകാശികൾക്കും നോട്ടീസ് അയക്കണം. കൂടാതെ ഈ വിവരം ബന്ധപ്പെട്ട ഓഫീസിലെ നോട്ടീസ് ബോർഡിൽ പ്രസിദ്ധീകരിക്കുകയും വേണം. നോട്ടീസ് നൽകി ഒരു മാസത്തിനുള്ളിൽ, മുൻപ് 15 ദിവസം വരെ കാലാവധി ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ പുതിയതായി ഒരു മാസത്തിനുള്ളിൽ, നോട്ടീസ് ലഭിച്ച ഒരു മാസത്തിനുള്ളിൽ മറ്റ് അവകാശികളിൽ നിന്ന് നിയമപരമായ തർക്കങ്ങളൊന്നും ഉന്നയിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ആ ഉദ്യോഗസ്ഥന് പോക്കുവരവ് നടപടികളുമായി മുന്നോട്ട് പോകാൻ കഴിയും. ഇനി എന്തുകൊണ്ടാണ് കോടതി ഇങ്ങനൊരു പ്രത്യേക നിർദ്ദേശം നൽകിയത് എന്ന് നമുക്ക് നോക്കാം. ഈ നിർദ്ദേശത്തിന്റെ പിന്നിലെ കാരണം വളരെ ലളിതമാണ്. പോക്കുവരവ് നടന്ന വിവരം തങ്ങൾ അറിഞ്ഞില്ലെന്നും അറിഞ്ഞിരുന്നെങ്കിൽ തർക്കം ഉന്നയിക്കുമായിരുന്നു എന്നും കാണിച്ച് നിരവധി കേസുകളാണ് ദിവസവും ഹൈക്കോടതിയിൽ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഉദ്യോഗസ്ഥർ രഹസ്യമായി പോക്കുവരവ് നടത്തിക്കൊടുത്തു എന്നതായിരുന്നു പല പരാതികളിലെയും പ്രധാന ആരോപണം. ഇത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കാനും നടപടിക്രമങ്ങൾ സുതാര്യമാക്കാനും തർക്കങ്ങൾ ഉന്നയിക്കാൻ അവസരം ലഭിച്ചില്ല എന്ന പരാതി ഇല്ലാതാക്കാനുമാണ് എല്ലാ അവകാശികളെയും ഈ വിവരം അറിയിക്കണമെന്ന് കോടതി പുതുതായി നിർദ്ദേശിച്ചിട്ടുള്ളത്.